സെന്റ് ജോസഫ് പബ്ലിക് സ്കൂൾ തന്റെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ യോസേഫ് പിതാവിന്റെ സംരക്ഷണത്തിലും മധ്യസ്ഥതയിലും അരനൂറ്റാണ്ട് പിന്നിട്ട് വളർച്ചയുടെയും വിജയങ്ങളുടെയും ദൈവാനുഗ്രഹത്തിന്റെയും പടവുകളിലൂടെ തന്റെ ചൈത്രയാത്ര തുടരുകയാണ്. 1400ഓളം കുട്ടികളും 100ലധികം അധ്യാപകരും അനധ്യാപകരും അടങ്ങുന്ന ഈ സ്ഥാപനം ഈ നാടിന്റെ ഐശ്വര്യവും അഭിമാനവും പ്രകാശഗോപുരവുമാണ്. സെന്റ് ജോസഫിന്റെ സ്കൂൾ എന്നതിനാൽ തന്നെ പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹവും ആദരവും ഭക്തിയും അമ്മയുടെ സാന്നിധ്യവും സഹവാസവും ഇവിടെ എന്നും അനുഭവവേദ്യമാണ്. സെന്റ് ജോസഫിലെ കൊച്ചുകൂട്ടുകാർ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജന്മതിരുനാളിനുള്ള ഒരുക്കങ്ങൾ ഇതാ തുടങ്ങിക്കഴിഞ്ഞു. ദൈവിക സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ യോവാക്കീം അന്ന ദമ്പതികളുടെ ദാമ്പത്യ വല്ലരിയിൽ വിരിഞ്ഞ നറുമലരാണ് പരിശുദ്ധ അമ്മ. ഉത്ഭവ പാപത്തിന്റെ കറയില്ലാതെ ജനിച്ച പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ ജോസഫൈൻസ് അമ്മയുടെ വിശ്വാസ സത്യങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. ഏവർക്കും അമലോത്സവയും പരിശുദ്ധിയും കന്യകയുമായ മാതാവിന്റെ തിരുനാൾ ആശംസകൾ. പരിശുദ്ധ കന്യാമറിയത്തെ കുറിച്ച് കത്തോലിക്ക സഭ നമ്മെ പഠിപ്പിക്കുന്ന 4 പ്രധാന വിശ്വാസ സത്യങ്ങൾ ഇവയാണ്. ദൈവമാതൃത്വം 431 എഫേസോസ് സൂനദോസിൽ സഭ ഉറപ്പിച്ച് പ്രഖ്യാപിച്ച് വിശ്വാസ സത്യം. യേശുക്രിസ്തു സത്യദൈവവും സത്യമനുഷ്യനും ആകുന്നതിനാൽ അവനെ പ്രസവിച്ച മറിയത്തെ ദേവമാതാവെന്ന് വിളിക്കുന്നു. മറിയം യേശുവിന്റെ ജനനത്തിന് മുമ്പും ജനന സമയത്തും ജനനത്തിന് ശേഷവും കന്യകയായിരുന്നുവെന്ന് സഭ വിശ്വസിക്കുന്നു. മറിയം തന്റെ മാതാവായ വിശുദ്ധ അന്നയുടെ ഗർഭത്തിൽ വന്ന നിമിഷം മുതൽ തന്നെ ആദിപാപമില്ലാതെ ദൈവകൃപയാൽ സംരക്ഷിക്കപ്പെട്ടു എന്നാണ് വിശ്വാസം. ഇത് 9-ാം പിയൂസ് മാർപ്പാപ്പ 1854 ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. God in heaven, hallowed be thy name. Thy kingdom come, thy will be done, on earth as it is in heaven. Give us today our daily bread. Forgive us our trespasses, as we forgive those who trespass against us. And lead us not into temptation, but deliver us from evil. Amen. മാതാവിന്റെ സ്വർഗാരോപണം. മറിയം തന്റെ ഭൂമിയിലെ ജീവിതം പൂർത്തിയാക്കിയതിനു ശേഷം ശരീരത്തോടും ആത്മാവോടും കൂടെ സ്വർഗാരോപണം ചെയ്തുവെന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നു.